ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 3-ാമത്തെ പാഠം അദ്ദർസു സാലിസു ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക. നമുക്ക് പാഠം വായിക്കാം. ഉസ്താദേ, മൂസിൻ്റെ ഉളു ശരിയായിട്ടില്ല, അവൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല. ഹാമിദ് പറഞ്ഞു. കൈമുട്ടുൾപ്പെടെ കഴുകൽ ഉളുവിൻ്റെ ഫർളാണ്. ഫർള് ഒഴിവാക്കിയാൽ ഉളു ശരിയാവില്ല. ഉസ്താദ് പറഞ്ഞു. ഉളുവിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? ഹാമിദ് ചോദിച്ചു. ഉളുവിൻ്റെ 6 ഫർളുകളുണ്ട്. എന്താണ്? ഹാമിദ് പറയാണ്, മൂസിൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല, ഉളു എടുത്തപ്പോൾ കൈമുട്ട് നനഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഉളു ശരിയായിട്ടില്ല എന്ന്. കൈമുട്ട് ഉൾപ്പെടെ കഴുകൽ ഉളുവിൻ്റെ ഫർളാണ്, അതുകൊണ്ടാണ് ഉളു ശരിയാവില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഉളുവിൻ്റെ ഫർളുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഉളുവിൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഷർത്തുകൾ 5 ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഫർളുകൾ ഉളുവിന് 6 എണ്ണമാണ്. അതിൽ 1 നിയ്യത്ത്, 2 മുഖം മുഴുവൻ കഴുകുക, 3 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക, 4 തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 തർത്തീബ്. ഇനി 1-ാമത്തെ നമുക്ക് നോക്കാം. 1-ാമത്തെ നീയത്ത് വെക്കണം. ഉളുവിന് എപ്പോഴാണ് നീയത്ത് വെക്കുക? മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നീയത്ത് വെക്കണം. ഇനി നമുക്ക് 2-ാമത്തെ നോക്കാം. മുഖം മുഴുവൻ കഴുകണം. മുഖത്തിൻ്റെ മുഴുവൻ ഭാഗവും കഴുകണം. 3-ാമത്തെ 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകണം. കൈമുട്ട് ഉൾപ്പെടെ കഴുകണം. 4 തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക. അല്പമെങ്കിലും തടവിയാൽ മതി, ഉളുവിൻ്റെ ഫർള് ശരിയാവും. സുന്നത്ത് ശരിയാവാൻ തല മുഴുവൻ തടവണം. ഫർളിൽ തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക. 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാല് കഴുകണം, ഞെരിയാണി ഉൾപ്പെടെ. ഞെരിയാണി കൂട്ടിയിട്ടാണ് കാല് കഴുകേണ്ടത്. 6 തർത്തീബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്രമപ്രകാരം തന്നെ ചെയ്യണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉളു ശരിയാവില്ല. ഉസ്താദ് വിശദീകരിച്ചു. എങ്ങനെയാണ് ഉളുവിന് നിയ്യത്ത് ചെയ്യേണ്ടത്? സൈനബ് ചോദിച്ചു. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അതാണ് ഉളുവിൻ്റെ നിയ്യത്ത്. തർത്തീബ് എന്നാൽ എന്താണ്? റബിയു ചോദിച്ചു. ഫർളുകൾ മേൽപ്പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീബ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ഇത് ക്രമപ്രകാരം തന്നെ ചെയ്യലാണ് തർത്തീബ്. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. കുട്ടികൾ ആമീൻ പറഞ്ഞു. കോളം നോക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക. ഈ പാഠത്തിൽ ഉളുവിന് 6 ഫർളുകളുണ്ട്. ഈ 6 ഫർളുകളിൽ ഒന്നെങ്കിലും ഒഴിവാക്കിയാൽ ഉളു ശരിയാവില്ല. ഈ 6 ഫർളുകൾ നന്നായി പഠിക്കുക. പിന്നെ ഉളുവിൻ്റെ നിയ്യത്ത് പഠിച്ചു. ഉളുവിൻ്റെ നിയ്യത്ത് നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അത് മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് ചെല്ലേണ്ടത്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1 നംലഉൽ ഫറാഹ്, പൂരിപ്പിക്കുക. അതിൽ 1-ാമത്തെ മുഖം ഡാഷ് കഴുകുക. ഉത്തരം മുഴുവൻ. 2 കൈയും ഡാഷ് കഴുകുക. ഉത്തരം മുട്ടുൾപ്പെടെ. 3 2 കാലും ഡാഷ് കഴുകുക, ഞെരിയാണി ഉൾപ്പെടെ. 4 ഉളുവിന് ഡാഷ് ഫർളുകളുണ്ട്.
ഉത്തരം 6. 5 ഫർള് ഡാഷ് വുളു ശരിയാവില്ല, ഒഴിവാക്കിയാൽ. ഉത്തരം ഒഴിവാക്കിയാൽ. രണ്ടാമത്തെ അൽ വുളൂ സ്വഹീഹുൻ അം ലാ, വുളു ശരിയാവോ ഇല്ലയോ എന്നെഴുതാം. ഒന്നാമത്തെ വുളു ചെയ്യുമ്പോൾ ചുണ്ടുകൾ നനഞ്ഞില്ല, വുളു ശരിയാവില്ല. 2 കാലുകൾ നനയാതെ വുളു ചെയ്തു, ശരിയാവില്ല. 3 കഴുത്തു നനയാതെ മുഖം കഴുകി, വുളു ശരിയാകും. 4 ആദ്യം കാൽ കഴുകിയ ശേഷം മറ്റുള്ള അവയവങ്ങൾ ശുദ്ധീകരിച്ചു, ഉത്തരം ശരിയാവില്ല. 5 കയ്യിൽ ചക്കപ്പശ ഉള്ളതിനാൽ ആ ഭാഗം നനഞ്ഞില്ല, ഉത്തരം ശരിയാവില്ല, വുളു ശരിയാവില്ല. നമ്പർ 3 നുറത്തിബ്. ഇത് ശരിയാക്കി ക്രമം ശരിയാക്കി എഴുതാം. 1 നമുക്ക് ശരിയാക്കിയിട്ട് എഴുതാം. ഇതിൻ്റെ വുളുവിൻ്റെ ഫർളുകളാണ്, ഇത് തിരിച്ചാണ് തന്നിരിക്കുന്നത്, അതിന് ശരിയാക്കി എഴുതാം. ഉത്തരം 1 നിയ്യത്ത്, 2 മുഖം മുഴുവൻ കഴുകുക, 3 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക, 4 തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 4 നുബയ്യിനു, അത് വിവരിച്ചെഴുതാം. 1 തർത്തീബ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ അതിനെ ക്രമപ്രകാരം ചെയ്യുന്നതിനാണ് തർത്തീബ് എന്ന് പറയുന്നത്. 2 വുളൂഇൻ്റെ നിയ്യത്ത്. അതിൻ്റെ ഉത്തരം നിസ്കാരത്തെ ഹലാലാക്കാൻ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. 3 ക്വസ്റ്റ്യൻ വുളൂഇന് നിയ്യത്ത് ചെയ്യേണ്ട സമയം. അതിൻ്റെ ഉത്തരം മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ. അടുത്തത് 5 തഖ്സീസ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് ചെയ്യാനുള്ളത് വുളൂവിൻ്റെ രൂപം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. വുളു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.